പറഞ്ഞോ. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ചു വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പൻ ചാറ്റ് ആക്ഷൻ ക്യാമറ എന്ന് പറയുന്ന പോലെ ആയി പോയല്ലോ അമ്മച്ചിയെ. ഒന്നും പറഞ്ഞ് പറയിപ്പിച്ചതായിട്ട് പറയുന്നേ ഇല്ല. പറഞ്ഞു, മക്കളെ നീ ഇനി വാ, ഞങ്ങളെ രണ്ടുപേരും നോക്കണം, നീ ഇനി വാ, നീ ഇനി. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. 3 കൊല്ലം മുമ്പ് വരെ അമ്മച്ചീനെ പൊന്നു പോലെ നോക്കിയ മകളുടെ കുറ്റം പറയാനായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുകയാണ് സെലിബ്രിറ്റിയുടെ അമ്മച്ചി. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി ഇവളെന്ന് പറഞ്ഞു. ഇതിപ്പോൾ അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ വന്ന് ഇന്റർവ്യൂ ചെയ്യുവാണോ അതോ അമ്മൂമ്മയും കൊച്ചുമോളും കൂടെ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടാക്കുകയാണോ? അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെയും ഷാനെയും ഹൻസിയെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു വെപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കഴിയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എനിക്ക് അവർ അയക്കണേന് അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നത് ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ എന്നെ സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാറും ഫാമിലിയും എല്ലാ കാലവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. വിവാദങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ ഇഷ്ടമുള്ളതാണ്. അച്ഛനും അമ്മയും മക്കളും ഇപ്പം അമ്മൂമ്മയും കൂടെ രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പം ഈ അമ്മൂമ്മ വന്നിരിക്കുന്നത് മകളുടെയും രണ്ടാമത്തെ മകളുടെയും കുറ്റം പറയാനാണ്. അത് വന്നിരിക്കുന്ന ആരാ? ഈ ഇന്റർവ്യൂ ചെയ്യുന്നത് ആരാ? രണ്ടാമത്തെ മകളുടെ മകള്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു കുടുംബ വിഷയമാണ്. ഈ 2 ഫാമിലികളും ഈ അമ്മൂമ്മയും ഈ 2 പെൺമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഒരു വീട്ടിൽ ഇരുന്ന് പറയേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പബ്ലിക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുടുംബത്തിലെ കാര്യം അങ്ങനെ ചർച്ച ചെയ്തിട്ട് ഇവർക്ക് എന്താണ് കിട്ടുന്നത്? ഇവർക്ക് വീട്ടിലിരുന്ന് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വ്യക്തമായിട്ടുള്ളത് ഈ കൊച്ചുമകളായിട്ടുള്ള വന്നിട്ടുള്ള ഈ തൻവി, അപ്പം ഇതിൽ നിന്നൊക്കെ എന്തോ ഉദ്ദേശിക്കുന്നു. കാരണം ഇവർ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിലാണ് ഈ അമ്മമ്മ പറയുന്നത്. ഈ തൻവി എന്ന് പറയുന്ന അവരുടെ അമ്മയെയും പറയുന്നുണ്ട്, ഇവരുടെ രണ്ടാമത്തെ മകളെയും പറയുന്നുണ്ട്. സ്വന്തം പെമ്മക്കളെ സോഷ്യൽ മീഡിയയിൽ വന്ന് വലിച്ചു കീറുന്നതിൽ എന്ത് മാന്യതയാണുള്ളത്? 3 വർഷം മുമ്പ് വരെയും വളരെ കാര്യമായിട്ട് നല്ല രീതിയിൽ നോക്കുന്നുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 വർഷങ്ങൾക്കിടയിൽ ഇവരുടെ കുടുംബത്തിലുണ്ടായ കുറച്ച് പ്രശ്നങ്ങളാണ് ഇവരിപ്പോൾ ഇത്രയധികം പ്രചരിപ്പിക്കുന്നത്, പെരുപ്പിച്ച് കാണിച്ചിട്ടും. സത്യം പറഞ്ഞാൽ ഈ പറയത്തില്ലേ, സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്നെന്ന് പറയത്തില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും തൻവിക്ക് കിട്ടുന്നത് നല്ല രീതിയിൽ റീച്ച് കിട്ടും, ചാനൽ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ കൃഷ്ണകുമാറിനെ സ്വന്തം മകളെയും മരുമകനെയും രണ്ടാമത്തെ മകളെയും മരുമകനെയും കുടുംബത്തെയും ഒക്കെ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ വലിച്ചു കീറാനായിട്ടും പറ്റും. ഇതുകൊണ്ടൊക്കെ ഇവർക്ക് ഈ അമ്മയ്ക്ക് കിട്ടുന്ന നേട്ടം എന്താ? ഏതെങ്കിലും അമ്മമാരിങ്ങനെ ചെയ്യുമോ? സ്വന്തം മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുമോ? ഇനി മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും സാധാരണ അമ്മമാർ, നമ്മൾ കണ്ടുവരുന്നത് സാധാരണ അമ്മമാർ അതൊക്കെ കണ്ട് ക്ഷമിച്ച് മറ്റുള്ളവരെ അറിയിക്കാതെ പോകുന്നതാണ്.
പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. ഒരു കൊച്ചുമകളെയും കൂട്ടുപിടിച്ച് ബാക്കിയുള്ള കൊച്ചുമക്കളെയും ബാക്കിയുള്ള 2 മക്കളെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്ന വാട്സപ്പ് ചാറ്റും വോയിസും ഒക്കെ അങ്ങോട്ട് പബ്ലിക് ആക്കിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് ചിരിക്കാനും പറയാനും ഒരവസരം ഉണ്ടാക്കി കൊടുക്കും. ഇതിനകത്ത് സിന്ധു കൃഷ്ണയും ഒക്കെ പറയുന്നുണ്ട്, സിന്ധു കൃഷ്ണയെയും ഇവരുടെ അനിയത്തിയെയും കുഞ്ഞിലേ തന്നെ ബോർഡിങ്ങിൽ കൊണ്ടുവിട്ട സ്ത്രീയാണെന്നും ഇവർക്ക് സ്നേഹം കിട്ടാതെ വളർന്ന മക്കളാണെന്നും ഒക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് മക്കളാണ് സ്നേഹിക്കുന്നത്? ഇപ്പം നമ്മൾ ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുവാൻ കാര്യമൊന്നുമല്ല, നമ്മൾ തന്നെ ചിന്തിക്കുക. ഇപ്പം ഇനി അന്ന് അമ്മയൊക്കെ സ്നേഹം കൊടുത്തില്ല നോക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ അച്ഛനെ അമ്മയൊക്കെ നമുക്ക് നോക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് കണ്ടിട്ട് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നോക്കുന്നില്ലെങ്കിൽ തന്നെയും ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ള. ആ ഒരു 2 പെൺമക്കളെയും ആ ഒരു കുടുംബത്തെയും, ഒന്നാമത് അഹാന ഒരു സിനിമാ നടിയാണ്, സിനിമാ താരമാണ്, അതുപോലെ തന്നെ കൃഷ്ണകുമാറും അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ ഫാമിലിയൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫാമിലി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാറ്റസ് തന്നെ തകർക്കുന്ന രീതിയിലാണ് സ്വന്തം അമ്മയും അനിയത്തിയുടെ മകളും കൂടി ഈ വീഡിയോ ചെയ്ത് പ്രചരിപ്പിക്കുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മളോട് പറയും വല്ലവൻ്റെയും കുടുംബകാര്യം നമ്മൾ എന്തിനാ പറയുന്നത്. ഇതുപോലെ ഇവരുടെ അടുക്കള രഹസ്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിടുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളാരും ഇവരുടെ അടുക്കളയിൽ കയറി ക്യാമറ വെച്ച് പിടിക്കുന്ന രംഗങ്ങളൊന്നും അല്ല. അപ്പോൾ ഇതെന്തായാലും വളരെ ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ ഒരു ഭാഗം മാത്രം പറയരുത്. ഇങ്ങനെ ഇവർ വന്ന് പറയുമ്പോൾ അവരുടെ അതായത് സിന്ധു കൃഷ്ണയുടെ ആ ഒരു ഭാഗം കൂടെ നമ്മൾ കേൾക്കണം. സ്വന്തം അമ്മയെ നോക്കാത്തവരോ അങ്ങനെയൊന്നുമല്ല. 3 വർഷം മുമ്പ് വരെ വളരെ നല്ല രീതിയിൽ നോക്കിയതാണെന്ന് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. ഈ 3 വർഷങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് തന്നെ വിദേശത്ത് നിന്നും കൊച്ചുമകൾ വരുന്നു, കൊച്ചുമകൾ അമ്മൂമ്മയെ നോക്കുന്നു, അമ്മൂമ്മയ്ക്ക് വേണ്ടി വീഡിയോ ഇടുന്നു. ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാൾക്കറിയത്തില്ലേ ഈ വീഡിയോ ഇട്ട് പ്രചരിപ്പിക്കുന്നതിലല്ല ഇതിനൊരു സൊല്യൂഷൻ ഉള്ളത്. ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, മറ്റു ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കുടുംബങ്ങളും തമ്മിൽ നിന്ന് സംസാരിച്ച് ചർച്ച ചെയ്ത് തീർക്കാം. ഇതൊന്നുമല്ല ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പം തന്നെ ഈ ആ അമ്മയുടെ ദുഃഖമല്ല പറയുന്നത്, ഒരു വൈരാഗ്യം, ഒരു ദേഷ്യം, അതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എത്ര ദേഷ്യത്തോടെയാണ് ആ അമ്മ സംസാരിക്കുന്നത്, സ്വന്തം മക്കളെക്കുറിച്ച്, കൊച്ചുമക്കളെക്കുറിച്ചിട്ട്, മരുമകനെ കുറിച്ചിട്ട് എത്ര ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. എവിടെയെങ്കിലും സ്നേഹം കിട്ടാത്തതിൻ്റെയോ നോക്കാത്തതിൻ്റെയോ ആ ഒരു വിഷമമോ ഒന്നും അല്ലല്ലോ അവരുടെ കണ്ണുകളിലോ അവരുടെ വാക്കുകളോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ഒരിക്കലുമില്ല. അപ്പം നമുക്കങ്ങനെ തോന്നാത്തത് കൊണ്ടാണ്. ഇതിപ്പം നമ്മൾ 2 പക്ഷവും പറയുന്നില്ല. ഈ ഒരു കുടുംബകാര്യം, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു മാറ്റർ പബ്ലിക്കിലേക്കിട്ട് ഇതുപോലെ ഇങ്ങനെ ആൾക്കാർക്ക് വലിച്ചു കീറാനും ചർച്ച ചെയ്യാനും ഇട്ടുകൊടുക്കാതെ ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാതെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഇട്ടത് ഏറ്റവും വലിയൊരു ചീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് പറയത്തില്ലേ, വിവരം കൂടെ വേണം. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് സെലിബ്രിറ്റികളുടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. ഇപ്പം ഇതേ അടുത്ത സെലിബ്രിറ്റി, ഇതിനകത്ത് പുതുമയും പുത്തരിയൊന്നും ഇല്ല. കാരണം നമ്മൾ ഈ കൃഷ്ണകുമാറിൻ്റെ കുടുംബ കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.